ഈശോയിൽ സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭ ഇന്ന് ഓഗസ്റ്റ് 28 വിശുദ്ധ അഗസ്റ്റിൻ ാണ്. അഗസ്റ്റിനോസിന് ഒരു പുണ്യവാളൻ, നമുക്കും പുണ്യവാളനാകാൻ പറ്റും എന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉണർവ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷെ ആത്മീയ ഉണർവ് കണ്ടെത്തിയത് പിന്നീടാണ്. ആത്മീയ ഉണർവ് ഇദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. നമ്മളോട് ചോദിച്ചിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, പക്ഷെ നമ്മളെ കൂടാതെ, നമ്മുടെ അനുവാദമില്ലാതെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വന്നിരിക്കുക. തീർത്ഥാടനത്തിൻ്റെ ഭാഗമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ ബലിയർപ്പണം. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മനസ്സ് വേണം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വേണം. എന്നാൽ മാത്രമേ ദൈവത്തിന്, നമ്മളെ കൂടാതെ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവത്തിന് നമ്മൾ അനുഗ്രഹിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മളൊന്ന് നിന്നു കൊടുക്കണം. നമ്മൾ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ടും അനുതാപപ്പെട്ടും നിന്നു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ പരിശുദ്ധ ബലിയർപ്പണവും ഈ വിശുദ്ധ തീർത്ഥാടനവും ഒത്തിരി അനുഗ്രഹപ്രദമാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മെത്രാനായ വിശുദ്ധ അഗസ്റ്റിനെ സമ്പൂരിതനാക്കിയ ചൈതന്യം അങ്ങേ സഭയിൽ നവീകരിക്കണമേ. അങ്ങനെ ഞങ്ങളും അതേ ചൈതന്യത്താൽ നിറഞ്ഞ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ അങ്ങേക്കായി മാത്രം ദാഹിക്കാനും സ്വർഗീയ സ്നേഹത്തിൻ്റെ ഉടയവനെ അന്വേഷിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന
ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിങ്ങളുടെ പേരിൽ ദൈവത്തിന് എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിനു വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. കർത്താവെ, ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. കർത്താവെ, മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവനെന്ന് അങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. കർത്താവെ, ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. കർത്താവെ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. കർത്താവെ, ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാൻ തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യവാളൻ്റെ നല്ല മാതൃകയും മാധ്യസ്ഥയും ഒക്കെ നമുക്കിന്ന് ഉപകാരമാകട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യം, തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തന വിവേകിയുമായ ഭൃത്യൻ ആരാണ്? ഈ വചനം വായിക്കുമ്പോഴും ഞാൻ വിശുദ്ധ മോണിക്കായെ ഓർക്കുകയാണ്. കാരണം മോണിക്കായ്ക്ക് കൊടുത്ത ആത്മാക്കളായിരുന്നു ഭർത്താവ്, മകൻ, അതുപോലെ അമ്മായിയമ്മ. അവരെ കർത്താവ് മോണിക്കയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അത് നന്നായിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മോണിക്ക നന്നായിട്ട് അധ്വാനം ചെയ്തു. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ വിശ്വസ്തന വിവേകിയുമായ ഭൃത്യൻ ആരാണ്? അവരെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു ഈ മോണിക്കായുടെ ദൗത്യം. മോണിക്ക അത് ഭംഗിയായിട്ട് ചെയ്തു. അമ്മായിയമ്മയും ഭർത്താവും മാനസാന്തരപ്പെട്ട വിജാതീയരായിരുന്നു. അവരെ മാനസാന്തരപ്പെട്ട് അവർ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. മകന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഇടതടവില്ലാതെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ചില നേരങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മദ്യപനായിട്ടുള്ള ഒരാളോട് അയാൾ മദ്യപിച്ച് വരുമ്പോൾ ഇങ്ങനെ വാതോരാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം മൂക്കുന്നതല്ലാതെ ചിലപ്പോൾ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ചില നേരത്തൊക്കെ നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതാണ് മോണിക്ക ചെയ്തത്. താൻ എന്താടോ കള്ളു കുടിച്ച് വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ അത് കേൾക്കുന്നയാൾക്ക് ഇറിറ്റേഷൻ കൂടുന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ മോണിക്ക ചെയ്തത് അതാണ്. മോണിക്ക ചിലപ്പോൾ ഉപദേശിച്ചിട്ടുണ്ടാകാം മകനെ. അപ്പോൾ അംബ്രോസ് പുണ്യവാളൻ്റെ അടുക്കലേക്ക് അയച്ചതാണ് 2ാമത്തെ കാര്യം.
അംബ്രോസിൻ്റെ മെത്രാനായിരുന്ന അംബ്രോസിൻ്റെ പ്രസംഗങ്ങൾ കൂടിയാണ് വിശുദ്ധ അഗസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയത്. അതായത് അമ്മയുടെ പ്രാർത്ഥനയും വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗങ്ങളുമാണ് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ മാനസാന്തരത്തിന് കാരണമായി. അതായത് അമ്മ പ്രാർത്ഥിക്കുക മാത്രമല്ല, നല്ലൊരു ആത്മീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊടുത്തു. മകന് വേണ്ടി ആത്മീയ കൂട്ടുകെട്ടുണ്ടാക്കിക്കൊടുത്തു. അതാണ് അമ്മ ചെയ്ത കാര്യങ്ങൾ. അപ്പം ഇത് അഗസ്റ്റിനോസ് അങ്ങനെ അവിഹിത അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുണ്ടായ കാര്യമൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാലും ഭയങ്കര ദുഷ്ടനായ മനുഷ്യനൊന്നും ആയിരുന്നില്ല, ക്രൂരനായ മനുഷ്യനൊന്നും ആയിരുന്നില്ല അഗസ്റ്റിനോസിൻ്റെ ഈ അമ്മ കാരണമായി ആത്മീയ ഉണർവ് അത് ദൈവം കൊടുത്തതാണ്. ആത്മീയ ഉണർവ് കൊടുത്തതും അത് ദൈവമാണ്. അത് തിരിച്ചറിയാൻ സാധിച്ചു. നമ്മളിങ്ങനെ ഒരു ദൈവസ്പർശനം എന്ന് പറയല്, എനിക്കൊന്ന് ഗുഡ്നസ് ചാനലിൻ്റെ ഗുഡ്നസ് TV അതിൻ്റെ എംബ്ലം നിങ്ങൾ കണ്ടിട്ടില്ല? ഒരു കരം മുകളിൽ നിന്ന് വരുന്നു, ഒരു കരം, അത് മനുഷ്യൻ്റെ കരവും ദൈവക്കരവും തമ്മിൽ സംയോജിക്കുന്ന സ്ഥലം, അവിടെ ഒരു സ്പാർക്കുണ്ടാകും. അങ്ങനെ ദൈവസ്പർശനം ഉണ്ടായിട്ടുള്ളയാളാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യവാളൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒരു മിന്നലൊളി, വളരെ പ്രകടമായിട്ട് നടപടി പുസ്തകം 9-ാം അധ്യായം, ഒരു മിന്നലൊളി കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴ്ത്തിയിട്ട് സാവൂളിനെ അങ്ങനെ മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ദൈവസ്പർശനം, അത് അഗസ്റ്റിനോസ് പുണ്യവാളൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൈവസ്പർശനമൊന്നും ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ ഇങ്ങനെ പോകുന്നത്, അങ്ങനെ ഒരു ഉണർവില്ലാതെ പോകുന്നത്. കുറച്ച് നേരം കർത്താവിനെ പിടിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കർത്താവിനെ വിട്ടുകളയും, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് പോകുന്നത് നമുക്ക് ആത്മീയ ഉണർവ് കിട്ടത്തക്ക വിധത്തിൽ ഒരു ദൈവിക സ്പർശനം ഉണ്ടാകാത്തത് കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ച്, ഒരു ദൈവം ഇങ്ങനെ കരം ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിൽ ദൈവം ഇങ്ങനെ കരം ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ കരത്തിലേക്ക് പ്രാർത്ഥന നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതായത് സ്വർഗത്തിൽ ദൈവം ഇങ്ങനെ കരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കണം. അപ്പോൾ പ്രാർത്ഥന അത് നമ്മൾ വിചാരിക്കും ദൈവം കേട്ടു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തും. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ടെറസിന് മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു കെട്ട് കയറ് നമ്മൾ എറിഞ്ഞു കൊടുക്കണം. കയറ് എറിഞ്ഞു കൊടുക്കുന്നവൻ്റെ ആയാസം പോലെ ഇരിക്കും, അവനത് മുകളിൽ നിന്ന് പിടിക്കാൻ പറ്റും. ചിലപ്പോൾ 1-2 തവണയൊക്കെ എറിഞ്ഞിട്ട് അത് താഴേക്ക് പോരും. അവൻ പിടിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല, എറിയുന്നവൻ്റെ ഒരായാസക്കുറവ്, അത് അങ്ങനെ എത്തണ്ടേ. അപ്പോൾ ചില സമയങ്ങളിൽ അത് ഇങ്ങനെ അവിടം വരെ എത്തും, പിന്നെ താഴേക്ക് പോരും, പിടിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥന ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. നമ്മൾ വിചാരിക്കും പ്രാർത്ഥന എത്തിയെന്ന് വിചാരിക്കും, പക്ഷേ പ്രാർത്ഥന എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ദൈവസ്പർശനം അവിടെ ചെല്ലണം. നമ്മൾ ദൈവമായിട്ട് നമ്മുടെ മനസ്സൊന്ന് ഒന്നിച്ചു വരണം. അത് വരുമ്പോഴാണ് ഒരു വലിയൊരു ദൈവാനുഭവം ഉണ്ടാകുക, ആ ദൈവസ്പർശനം അനുഭവിക്കാൻ സാധിക്കും. അത് ഈ പുണ്യവാളന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവക്കരവും മനുഷ്യക്കരവും സംയോജിക്കുന്നിടം അത് ദൈവാനുഭവത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ ഈ അംബ്രോസ് പുണ്യവാളൻ ഇങ്ങനെ അവർ രണ്ടുപേരും നല്ല ദൈവശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ ഇവർ സത്യം അന്വേഷിച്ച് നടക്കുന്നവരാണ്. അംബ്രോസ് പുണ്യവാളൻ സത്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അഗസ്റ്റിനോസ് പുണ്യവാളൻ്റെ സത്യം ആ പോക്കത്ര ശരിയല്ല, സത്യത്തിലേക്കല്ല, യഥാർത്ഥ സത്യത്തിലേക്കല്ല എന്ന് മനസ്സിലായിട്ടും സത്യത്തെ അന്വേഷിച്ചാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ, നീ ഇനി സത്യത്തെ അന്വേഷിച്ച് അധികം നാൾ നടക്കേണ്ടി വരില്ല. കാരണം ആ സത്യം നിന്നെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. നീ ഇനി സത്യത്തെ അന്വേഷിച്ച് അധികം നാൾ അലയേണ്ടി വരില്ല. കാരണം നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ സാവൂള് അധികം മെനക്കെടേണ്ടി വന്നില്ല, കർത്താവ് തന്നെ പിടിച്ചെടുത്തു. സാവൂളിനെ കർത്താവ് പിടിച്ചെടുത്തു. അതാണ് ഇത്. അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ വിട്ടുകൊടുത്താൽ അത്ഭുതം സംഭവിക്കും. കർത്താവിൻ്റെ കരവലയത്തിലേക്ക് നമ്മളെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കും. നമ്മൾ നിന്നു കൊടുക്കുന്നില്ല, കർത്താവ് നമ്മൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ അംബ്രോസ് പറഞ്ഞു, നീ ഇനി അധികം നാൾ അലയേണ്ടി വരികയില്ല, ആ സത്യം നിന്നെ തേടി നടക്കുകയാണ്. നീ സത്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ തീവ്രതയോടുകൂടെ ദൈവം നിന്നെ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മഹാഭാഗ്യമാണ്. ഈ അംബ്രോസ് പുണ്യവാളൻ്റെ സാന്നിധ്യം അഗസ്റ്റിനോസ് പുണ്യവാളന് മഹാഭാഗ്യമായി.
നമ്മൾ ഈ തീർത്ഥാടനമൊക്കെ നടത്തുമ്പോൾ, ഈ പരിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ ഈശോ മരിച്ചു എന്ന ഒരറിവ് പോലും, ഈശോ നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് മരിച്ച് ഇന്ന് അപ്പത്തിൽ വസിക്കുന്നു എന്ന അറിവ് പോലും പ്രിയ ദൈവ പൈതലെ മഹാഭാഗ്യമല്ലേ? മഹാഭാഗ്യമാണ് ഈ അറിവ് പോലും. അപ്പം നമുക്കും ഭാഗ്യം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സാവൂളിന് കിട്ടിയ മിന്നലോളി മഹാഭാഗ്യമാണ്. സാവൂള് അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല. സാവൂളിനെ തേടി വന്നു. അഗസ്തീനോസ് പുണ്യവാളൻ അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ആ സത്യം അഗസ്തീനോസിനെ തേടി വന്നു. നിന്നെയും തേടി വന്നിരിക്കുകയാണ് മഹാഭാഗ്യം. പരിശുദ്ധ കുർബാന എന്ന ഭാഗ്യം, യേശുവിൻ്റെ സാന്നിധ്യം നിന്നെ തേടി വന്നിരിക്കുകയാണ്. നിന്റെ മുന്നിലുണ്ട് മഹാഭാഗ്യം. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതാണ്. അപ്പോൾ പുണ്യവാളൻ പറയുന്ന കുറേ നല്ല കൊട്ടേഷൻസ് ഒക്കെ ഉണ്ട്. പുണ്യവാളൻ പറയുന്ന വാക്യങ്ങൾ, ഒന്ന് ഈ ബസിലിക്ക അച്ഛന്മാരുടെ അവിടെ റെഫക്ടറിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഇതാണ്, നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപൂർണതകളെ കണ്ടെത്തുക. നമ്മളിപ്പോൾ ഒരു പാട്ടുകാരന് പാട്ടുപാടാൻ കഴിവുണ്ട് എന്നതിൻ്റെ തെളിവെന്താണെന്ന് അറിയാവോ? അയാളുടെ പാട്ടിലെ മിസ്റ്റേക്കുകൾ അയാൾക്ക് സ്വയം തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇനി നമ്മുടെ തെറ്റുകൾ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണതയിലേക്ക് നടക്കുന്നൊരു മനുഷ്യനായിട്ട് മാറുന്നത്. നമ്മൾ പരിപൂർണനാകാൻ ആഗ്രഹിക്കും. ഒരിക്കലും നമുക്ക് പരിപൂർണരാകാൻ പറ്റില്ലല്ലോ. ദൈവത്തിൻ്റെ പരിപൂർണതയാണ് നമ്മുടെ മാനദണ്ഡമെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റണമെന്നില്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ അപാകതകളെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കഴിവുകേടുകളെ, നമ്മുടെ കുറവുകളെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഒരു മനുഷ്യൻ്റെ കഴിവ്. അപ്പോൾ പുണ്യവാളൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, ദൈവമേ അങ്ങേക്കായി സൃഷ്ടിച്ചു, അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? പള്ളി പോകുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച കുർബാന ഒഴിവാക്കുമോ? ഈശോയെ അങ്ങയോട് മുട്ടി നിൽക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണെന്ന് പറയാൻ പറ്റുമോ? ഈശോയോട് മുട്ടി നിൽക്കാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാന സ്വീകരണവും പരിശുദ്ധ കുംഭസാരവും. ഈശോയോട് മുട്ടി നിൽക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കൂടെ കുംഭസാരിക്കാത്തതും, എന്തുകൊണ്ട് കൂടെ കുർബാന സ്വീകരിക്കാത്തതും? അപ്പോൾ അതാണ്. അപ്പോൾ ഈ പുണ്യവാളൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ പുണ്യവാളൻ പിന്നീട് മെത്രാനായി, സഭയിലെ വലിയ തിയോളജിയനായി. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ പുണ്യവാളൻ്റെ പഠനം കൂടാതെ തിയോളജിയും ഫിലോസഫിയും പൂർത്തിയാക്കാൻ പറ്റുകയില്ല. അതുപോലെ സഭയിലെ വലിയൊരാളായി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇത് തന്നെയാണ് എന്നെ ദൈവം സൃഷ്ടിച്ചതാണ്, എൻ്റെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ. ഈ ഒരു അസ്വസ്ഥത നമുക്കുണ്ടാണ്. ഈ പുണ്യവാളന് ഈ ഒരു അസ്വസ്ഥത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കർത്താവിലേക്ക് എത്തിച്ചേരാനും ആ ദൈവിക സ്പർശനം അനുഭവിക്കാനും സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ഒരു നിന്നെ സത്യം തേടി നടക്കുകയാണ്, നീ സത്യത്തെ അന്വേഷിക്കുമ്പോൾ ആ സത്യം നിന്നെ തേടി നടക്കുകയാണ് എന്ന് കേട്ടപ്പോൾ, അംബ്രോസ് പുണ്യവാളെന്ന് കേട്ടപ്പോൾ പുണ്യവാളന് പിന്നെ ഉറക്കമില്ല. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എടുത്തു വായിക്കുക എന്നൊരു സ്വരം കേട്ടു. അങ്ങനെയാണ് പുണ്യവാളൻ വചനം തുറന്ന് വായിച്ചപ്പോഴും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:12 മുതലുള്ള വാക്യങ്ങൾ, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ഇങ്ങനെ തുറന്ന് വായിക്കുക, എടുത്തു വായിക്കുക എന്നൊരു സ്വരം കേട്ടു. ആ സ്വരത്തിനൊപ്പം പിന്നെ അദ്ദേഹം പ്രതികരിച്ചു. അങ്ങനെ നമുക്കൊരു പുണ്യവാളനുണ്ടായി. അതാണ് ആ മിന്നലോളി കിട്ടിയപ്പോൾ തന്നെ സാവൂൾ ഉടനെ ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. കർത്താവേ അങ്ങാരാണ്? നീ പീഡിപ്പിക്കുന്ന ഈശോയാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഒരു സ്വരം കേട്ടതാണ് സാവൂളിനെ പൗലോസാക്കി മാറ്റിയതെങ്കിൽ ഇങ്ങനെ ഒരു എടുത്തു വായിക്കുക എന്നൊരു സ്വരം കേൾക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊടുത്തതാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആത്മീയ ഉണർവിന് കാരണമായത്. അതുകൊണ്ട് പ്രിയ ദൈവം നമ്മളെ ആണ്. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്നോർത്ത് വയ്ക്കുക. കുമ്പസാരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ
കുമ്പസാരക്കൂട് നമ്മുടെ വീട്ടിൽ വരില്ലല്ലോ. കുമ്പസാരക്കൂട് വീട്ടിൽ വരുമോ? ചിലപ്പോൾ രോഗികളായിട്ടുള്ള ആളുകളെ അച്ഛന്മാരെ വീട്ടിൽ കുമ്പസാരിപ്പിക്കാൻ വരും. പക്ഷേ നമ്മൾ കുമ്പസാരക്കൂടിനെ സമീപിക്കണം. നമ്മൾ നടന്ന് ചെല്ലണം. നമ്മൾ കുമ്പസാരക്കൂടിനെ സമീപിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവം എന്താ തരുന്നത്? നമ്മൾ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ ദൈവം നമുക്ക് പാപമോചനം തരും. പാപമോചനം കിട്ടിയാൽ ഉടനെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ, ദൈവമേ ഞാനിനി ശ്രദ്ധിച്ച് നടന്നോളാം എന്നൊരു തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന പ്രസാദവരം അത് ഫലിക്കും. തീരുമാനമെടുത്തില്ലെങ്കിൽ ഫലിക്കില്ല. ധൂർത്തപുത്രൻ വീട്ടിൽ പോകാമെന്ന് തീരുമാനമെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് പ്രസാദവരം മുഴുവൻ കിട്ടിയത്. അത് സാവൂളിനാകട്ടെ അഗസ്തീനോസ് പുണ്യവാളനാകട്ടെ, അവർ കർത്താവിൻ്റെ വഴിയെ നടക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് അവരുടെ മേലുള്ള കൃപക്കുമേൽ അത് വർദ്ധിച്ചത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് കുമ്പസാരക്കൂട്ടിൽ നമ്മൾക്ക് വേണ്ട ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ തിന്മയുടെ സ്വാധീനം ഉണ്ടാവും. അതിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണം. അതിന് നമ്മൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആന്തരിക സൗഖ്യം തരാൻ കർത്താവ് തയ്യാറാണ്. നിന്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനം, പാപചിന്തകളൊക്കെ എടുത്തു മാറ്റാൻ കർത്താവ് തയ്യാറാണ്. പക്ഷേ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെയും പാപചിന്തകളെയും ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് നീ വാ തുറന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നിനക്ക് അനുഗ്രഹം ഉണ്ടാകുക. അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം വേണം. എടുത്തു വായിക്കുക എന്ന് പറയുമ്പോൾ വചനം തുറന്ന് വായിച്ചത് കൊണ്ടാണ്. നമുക്ക് എത്രയോ ദൈവസ്വരങ്ങൾ കേട്ടു, എന്നിട്ട് നമ്മൾ പുറംതിരിഞ്ഞ് നിന്നില്ലേ? ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്കതുകൊണ്ട് ഈ ഒരു ദൈവസ്പർശനം കിട്ടിയ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ വളരെ തീക്ഷ്ണമായിട്ട് പിന്നോക്കം പോകാതെ, ബാറൂക്ക് 4:28 എന്ന് പറയുന്നത് പോലെ എത്ര മടങ്ങ് പിന്നോക്കം പോയോ അതിന്മടങ്ങ് 10 ഇരട്ടി തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ അടുക്കൽ വരാൻ അവർ ശ്രമിച്ചതുപോലെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നമ്മൾ നടത്തിയാൽ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്കതുകൊണ്ട് നമ്മളെ തേടി നടക്കുന്ന, നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്ന് അപ്പത്തിൽ വസിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കാൻ, നമ്മുടെ ശരീരത്തോട് ചേർന്ന് വരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മൾ മറന്നു കളയില്ല. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നോട് ചോദിച്ചിട്ടല്ലല്ലോ പ്രിയ ദൈവപൈതലേ നിന്നെ സൃഷ്ടിച്ചത്. പ്രിയ ദൈവപൈതലേ, ഞാൻ നിന്നെ സൃഷ്ടിക്കട്ടെ എന്ന് ദൈവം ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്. പക്ഷേ നിന്റെ അനുവാദം കൂടാതെ നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. അത് പുണ്യവാളന്റെ ബോധ്യമാണ്. അതുകൊണ്ട് നമുക്ക് നിന്നു കൊടുക്കാം. പല കാലമായി ഞാൻ അലഞ്ഞിടുന്നു, പല തീരം പൂകിടും തിരമാലപ്പോ, പല കാലമായി ഞാൻ അലഞ്ഞിടുന്നു, പല തീരം പൂകിടും തിരമാലപ്പോ, നിന്നിലൊന്നാകുവോളം അടങ്ങിടുമോ, നിന്നെ അറിയുവോളം അറിവാകുമോ, യേശുവേ സത്യമാം സ്നേഹമേ, ആശിച്ചു പോയി എൻ മനം കാണുന്നു ഞാൻ, കണ്ണു ചിമ്മിടിലും കേൾക്കുന്നു ഞാൻ നിൻ സ്വരം. വിശുദ്ധർക്ക് ദൈവസ്പർശനം കൊടുത്ത ദൈവമേ, പരിശുദ്ധമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ അയച്ച് ദൈവത്തിൻ്റെ ഒരു സ്പർശനം കൊടുത്ത ദൈവമേ, ഞങ്ങൾക്കും ഈ തീർത്ഥാടനം വഴിയും ഈ പരിശുദ്ധ കുർബാന അർപ്പണം വഴി ഞങ്ങൾക്കും ഒരു ദൈവം തൊടുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.
ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരും ദിനായങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരും ദിനായങ്ങൾ സ്വീകരിക്കണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി നീ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമാഘോഷിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങനെ കാരുണ്യത്തിൻ്റെ ഈ കൂദാശ ഞങ്ങൾക്ക് ഐക്യത്തിൻ്റെ അടയാളവും സ്നേഹത്തിൻ്റെ ഉടമ്പടിയുമായി ഭവിക്കാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ തിരുനാളാഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങ് സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മറയും വിണ്ടലവോ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും രണ്യതുമായി ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ
പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹജമിത്രാനോടും വൈദികനത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതമായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്തിച്ച് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസ തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, എങ്കിൽ സമാധാനമേകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖപ്രാ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
ക്രിസ്തുവിൻ്റെ മേശയിലെ ഭാഗഭാഗിത്വം ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. അങ്ങനെ അവിടുത്തെ അംഗങ്ങളായി ഭവിച്ച് ഞങ്ങൾ സ്വീകരിച്ചവ ഞങ്ങളായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുക. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.